2025 RRB JEE എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബിഗ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് RRB JEEയുടെ വേക്കൻസി അസസ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഈ ഒരു ഷോർട്ട് നോട്ടീസ് നിങ്ങൾ പല ആൾക്കാരും ഇതിനോടകം കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂഷൻസുകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, എന്തുകൊണ്ടാണ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇത്രത്തോളം വേക്കൻസി കുറഞ്ഞത്? അതായത് 2570 ഇപ്രാവശ്യത്തെ അപ്രൂവ്ഡ് വേക്കൻസിയായി വന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് ഇതുപോലെ കുറഞ്ഞു പോയിട്ടുള്ളത്? അതേപോലെ തന്നെ ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും? ഇതേപോലെ തന്നെ ഈ വേക്കൻസി ഇനി കൂടാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കൺഫ്യൂഷൻസുകൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൂടിയായിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. അതേപോലെ തന്നെ RRB JEE എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ ഏറ്റവും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എൻട്രി ആപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് റെയിൽവേ ബോർഡിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു നോട്ടീസാണ്. ടു ജനറൽ മാനേജേഴ്സ് ഓൾ സോണൽ റെയിൽവേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്രൂവ്ഡ് വേക്കൻസി, ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്രൂവ്ഡ് വേക്കൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്രൂവ്ഡ് വേക്കൻസി ഓഫ് JEE DMS CMA പേ ലെവൽ 6 ഫോർ നോട്ടിഫിക്കേഷൻ 2025. അതായത് പുതിയ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന വേക്കൻസി അസസ്മെന്റ് എന്ന് പറയുന്നത്. ദ കോമ്പിറ്റന്റ് CRB ആൻഡ് CO അതോറിറ്റി ഹാസ് approved to issue central employment notification for 2570. അപ്പോൾ ഈ നമ്പർ വന്നിരിക്കുന്നത് 2570 ആണ്. 35 കാറ്റഗറീസ് ഓഫ് ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടന്റ്, അതേപോലെ തന്നെ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് CMA എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് RRB JEE നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ത് ചെയ്യാറുണ്ട്, RRB ഇതേപോലെ ഒരു വേക്കൻസി അസസ്മെന്റിന്റെ ഈ ഒരു നോട്ടീസ് പുറത്തു വരാറുണ്ട്. അതുപോലെ തന്നെ ഇത്തവണയും വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ കൺഫ്യൂഷനായ കാര്യം എന്ന് പറയുന്നത് 2570 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഏതെല്ലാം പോസ്റ്റുകളിൽ എങ്ങനെയൊക്കെയാണ് ഈ വേക്കൻസീസ് വന്നിട്ടുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ അതിൽ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഡിസൈൻ ആൻഡ് ഡ്രോയിങ്ങിൽ വന്നിട്ടുണ്ട്, ഇലക്ട്രിക്കൽ EMUയിൽ വന്നിട്ടുണ്ട്, ജനറൽ സർവീസിൽ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ TRD TRS വർക്ക്ഷോപ്പ്, ബ്രിഡ്ജ്, ഡിസൈൻ ഡ്രോയിങ് സിവിലിൽ വന്നിട്ടുണ്ട്, PWay ഡിസൈൻ ഡ്രോയിങ് സിവിലിൽ വന്നിട്ടുണ്ട്, വർക്ക്സ്, ട്രാക്ക് മെഷീൻ, അതേപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ വർക്ക്സ്, അങ്ങനെ എല്ലാ കാറ്റഗറിയിലും ഉണ്ട് കേട്ടോ. സിവിലിൻ്റെതുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കാരേജ് ആൻഡ് വാഗന്, മെറ്റലർജിക്കൽ അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്, ആ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഡീസൽ മെക്കാനിക്കൽ പവർ, ഡീസൽ മെക്കാനിക്കൽ, അങ്ങനെ ഡിഫറെൻറ്റ് ഞാനതിൽ പ്രത്യേകമായിട്ട് പറയുന്നില്ല. ഇത് ഓരോ കാറ്റഗറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇലക്ട്രിക്കൽ ഉള്ളത് കാണാൻ പറ്റുന്നുണ്ട്, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കാറ്റഗറി കാണാൻ പറ്റുന്നുണ്ട്, അതേപോലെ തന്നെ മെക്കാനിക്കൽ ഉണ്ട്, S&T ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ കാറ്റഗറിയിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് അപ്ലൈ ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നമ്പറിലേക്ക് തന്നെയാണ് കൂടുതൽ ആളുകളും ഫോക്കസ് ചെയ്യേണ്ടത്, 2570. കാര്യം ഈ ഒരു നമ്പർ ശരിക്കും വളരെ എന്താ പറയുക, ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരല്പം എന്താ പറയുക, അവർ പ്രതീക്ഷിച്ച നമ്പറിൽ താഴേക്ക് പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 5000-ഓളം വേക്കൻസീസ് എങ്കിലും വരും എന്നായിരുന്നു നമ്മുടെ എല്ലാവരും പ്രതീക്ഷ. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് 2570. എന്തുകൊണ്ടാണ് നമ്മൾ 5000 വേക്കൻസി എങ്കിലും വരാൻ സാധ്യതയുണ്ടെന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെയിൽവേയുടെ തന്നെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസിലകത്തുള്ള ഒരു ഡിമാൻഡ്, എത്രത്തോളം എഞ്ചിനീയേഴ്സിൻ്റെ ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തിയ സമയത്ത് കൃത്യമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് റെയിൽവേയിൽ നിലവിൽ 10,000-ഓളം ജൂനിയർ എഞ്ചിനീയർ തസ്തികകൾ ആവശ്യമായിട്ടുണ്ട്. എന്നാൽ ആ ഒരു നമ്പറിലേക്കൊന്നും തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും അതിൻ്റെ പകുതിയെങ്കിലും വരും എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ 5000 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന അസസ്മെൻറ്റ് വന്നിരിക്കുന്നത് 2570 മാത്രമേ അപ്രൂവൽ കിട്ടിയിട്ടുള്ളൂ. അതിനർത്ഥം ഇനി വേക്കൻസി വരില്ല എന്നല്ല, മേ ബി പുതിയൊരു അപ്ഡേറ്റിലൂടെ, അതെനിക്ക് ഞാൻ ഒരിക്കലും ഉറപ്പ് പറയല്ല, ഈ ഒരുപക്ഷെ ഒരു അപ്ഡേറ്റിലൂടെ റെയിൽവേ എന്ത് ചെയ്യാൻ മതി, വേക്കൻസീസ് ഇൻക്രീസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റെയിൽവേയുടെ ഇൻഫ്രാസ്ട്രക്ചർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് അതിവേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വേഗത്തിനനുസരിച്ചിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ റെയിൽവേ സർവീസിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ പുതിയ എഞ്ചിനീയേഴ്സിനുള്ള എല്ലാ സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഓരോ സോണിലും എത്ര വേക്കൻസീസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വരുന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു PDF ആണ് ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിത് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് നമുക്ക് പോകാനുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് രണ്ടാമതൊരു കാര്യമാണ്. അതായത് ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനി എപ്പോൾ വരും, വേക്കൻസി അസസ്മെൻ്റ് ഒക്കെ വന്നോട്ടെ, അതിനുശേഷം നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് നമ്മളൊക്കെ പ്രതീക്ഷിച്ച ഡേറ്റിലും ഇതിനോടകം എന്ത് ചെയ്തിട്ടില്ല, JEE നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് തന്നെ
ഈ ഒരു ഡേറ്റിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. ഒന്ന്, ആനുവൽ കലണ്ടർ പ്രകാരം എന്താണ് റെയിൽവേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആനുവൽ കലണ്ടർ പ്രകാരം ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള വേക്കൻസി അസസ്മെന്റ് 30/9/2026 വരെയാണ് വേക്കൻസി അസസ്മെന്റ്. അത്രയും കാലഘട്ടത്തിലേക്കുള്ള വേക്കൻസി അവർ എടുക്കുന്ന പറഞ്ഞത്. അസസ്മെന്റ് ഓഫ് വേക്കൻസി ഓഫ് OIRMS പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ മെയ് ആണ്. ദെൻ ഇൻറ്റൻഡിങ് ഓഫ് വേക്കൻസീസ് ഇൻ OIRMS ആഫ്റ്റർ അപ്രൂവൽ, അതായത് അപ്രൂവൽ കഴിഞ്ഞിട്ടുള്ളത് വേക്കൻസി വരുന്നത് എപ്പോഴാണ്? മെയ് ജൂൺ. നമുക്ക് ജൂൺ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് എന്നുള്ള നിലയിൽ ജൂൺ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ജൂണിൽ വരേണ്ട ഈ ഒരു വേക്കൻസി അപ്രൂവലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് ജൂലൈയും ഓഗസ്റ്റും കഴിഞ്ഞിട്ട് 2 മാസത്തെ ഒരു ഡിലേ അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ജൂണിലാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? വേക്കൻസി അസസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ ഡ്രാഫ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു ജൂലൈയോട് കൂടി തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ വരും. അതന്നെയായിരുന്നു നമ്മളെല്ലാവരും കാൽക്കുലേഷന്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന വേക്കൻസി ഇത്രത്തോളം ഡിലേ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി ഡിലേ ആവാൻ സാധ്യതയുള്ളത്. എന്നിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു ഡിലേ സംഭവിച്ചതുകൊണ്ട് നോട്ടിഫിക്കേഷനിലും ഒരു ഡിലേ വന്നേക്കാം. പക്ഷേ സർപ്രൈസിംഗ്ലി ഒരു പക്ഷേ ഒക്ടോബറിലോ അല്ലെങ്കിൽ ഒക്ടോബറിൽ തന്നെ നോട്ടിഫിക്കേഷൻ വന്നേക്കാം. കാര്യം ഇത് കുറച്ച് ഡിലേ ആയതുകൊണ്ട് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ ഒന്ന് സ്പീഡപ്പ് ചെയ്തുകൂടായില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ ഒക്ടോബറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ജെയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അതായത് നമ്മൾ ഈ എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനമായിട്ട് നമ്മൾ കാത്തിരുന്നത് എത്രത്തോളം വേഗം നോട്ടിഫിക്കേഷൻ വരണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ ഈ ഒരു അപ്രൂവൽ നോട്ടീസ് അപ്രൂവൽ വന്നിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡേറ്റിനെ കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. എന്തുകൊണ്ടൊരു ഡിലേ വന്നു എന്നുള്ളത് ഈ വേക്കൻസി അസസ്മെന്റ് ഡിലേ ആയതുകൊണ്ട് തന്നെയാണ്. ഇനി വേക്കൻസി ഇംപ്രൂവ് ആവുമോ എന്നുള്ളത് തീർച്ചയായിട്ടും റെയിൽവേയുടെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് വേണ്ടി 10,000-ലധികം ജെയ്മാരുടെ ആവശ്യമുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള സ്റ്റഡിയിൽ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു സ്റ്റഡി എന്ത് ചെയ്തിട്ടില്ല? റെയിൽവേയുടെ ഭാഗത്തു നിന്ന് അത്രയും അപ്രൂവൽ വന്നിട്ടില്ല. ഒരു പക്ഷേ പുതിയൊരു നോട്ടീസിലൂടെ അല്ലെങ്കിൽ വീണ്ടും നോട്ടിഫിക്കേഷനൊക്കെ വന്നതിന് ശേഷമൊക്കെ ഇത് ഇൻക്രീസ് ചെയ്തേക്കാം. പിന്നെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, വേക്കൻസീസ് എത്ര ആയിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം RRB JEE പോസ്റ്റിൽ നമുക്കൊരു പോസ്റ്റ് വേണം അല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടാവും അല്ലേ? അത് ഡിസൈൻ ഡ്രോയിങ് ആയിരിക്കാം, ജനറൽ സർവീസ് ആയിരിക്കാം, ഏതും ആയിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിച്ചൊരു പോസ്റ്റ് ഉണ്ടല്ലേ? സോ ആ ഒരു പോസ്റ്റിനെ കുറിച്ച് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അതല്ലാതെ നമുക്ക് ഇത്ര വേക്കൻസി ഉണ്ടോ അത്ര വേക്കൻസി ഉണ്ടോ ഇപ്പോൾ നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമല്ല. ഇനി വേക്കൻസി മാത്രം നോക്കിയിട്ട് എക്സാംസുകൾ സെലക്ട് ചെയ്യുന്ന ആളുകളോടാണ് ഇപ്പോൾ വേക്കൻസീസിൻ്റെ ഈ നമ്പർ കണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ എക്സാമിന് വേണ്ടി പഠിക്കാതിരിക്കരുത്. അത് വലിയൊരു മണ്ടത്തരമായിരിക്കും. സോ അത് ചെയ്യാതിരിക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ല വിജയങ്ങൾ നേടിയെടുക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ RRB JEEയുടെ 2024 എൻട്രിയിലെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ RRB JEEയുടെ CBT 1ഉം CBT 2ഉം അതേപോലെ തന്നെ മെഡിക്കലൊക്കെ ക്ലിയർ ചെയ്തിട്ട് ജോലിയുടെ പ്രവേശിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ അടുത്ത തവണയും നിങ്ങളായിരിക്കും ഈ ഒരു നേട്ടത്തിൽ എത്താൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പഠിച്ചു തുടങ്ങുക, നല്ല വിജയങ്ങൾ നേടിയെടുക്കുക. നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലി നിങ്ങളിലേക്ക് എത്തട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.